ഹലോ ഗൈസ്, എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇന്ന് കാലിക്കോട്ടിൽ വന്ന് ഇതാ രാഹുൽ ഗാന്ധി വരും. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിൻ്റെ കൂടെ സംസാരിക്കാൻ കഴിയും നോക്കട്ടെ, പ്രതീക്ഷിക്കുന്നു. ആഗ്രഹമുണ്ട് രാഹുൽ ഗാന്ധിൻ്റെ കൂടെ സംസാരിക്കാൻ. ഇവിടെ ഒക്കെ പോലീസുമാരുണ്ട്, അവിടെ ആൾക്കാർ വരും ബാക്ക് സൈഡിൽ ഒക്കെ നിങ്ങളുടെ കാണിച്ചു തരാം. ഹലോ സാർ, എന്തൊക്കെ വിശേഷം? സുഖാണോ? ഇതാണ് ഗൈസ് അവിടെ രാഹുൽ ഗാന്ധിൻ്റെ സ്റ്റേജ് ഉണ്ടാക്കി. ഇതാണ് അടിപൊളിയാക്കിയിട്ട്. ഇതാണ് രാഹുൽ ഗാന്ധി ഇവിടെ വരും ഗൈസ്. ഒരുപാട് ആൾക്കാർ നിൽക്കുന്ന സ്ഥലം, അടിപൊളി ഒരു സ്ഥലം ഗൈസ്. ഇവിടെ ഒക്കെ കുറേ ആൾക്കാർ വന്ന് ഗൈസ്. 5 മണിക്ക് രാഹുൽ ഗാന്ധി വരും അങ്ങനെ പറയുന്നുണ്ട്. നോക്കട്ടെ എത്ര മണിക്ക് വരും? ഓക്കെ, രാഹുൽ ഗാന്ധി എത്ര ടൈമിൽ വരും അറിയില്ലല്ലേ, കാണാൻ വന്നില്ലേ? രാഹുൽ ഗാന്ധി ഇങ്ങനെ ആൾക്കാർ വരൂല? ഇതാണ് ഗൈസ്. അപ്പം നമുക്ക് ഉള്ളിൽ കയറാം. ക്യാമറ ഉണ്ട് ഗൈസ്. ചെക്കിംഗ് ഉണ്ടോ മറ്റേ ഇതിൽ എന്തുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഇതിൻ്റെ കീസ്, ബാറ്ററി ഓപ്പൺ ചെയ്തോ, പ്രശ്നമില്ല. ഓപ്പൺ ചെയ്തോ, മൈക്ക് ഓപ്പൺ. യെസ് ഗൈസ്, ഇവൻ്റെ ഡ്യൂട്ടി ചെയ്തിട്ടോ, പ്രശ്നമില്ല. ഓക്കെ, താങ്ക് യു. എത്തി ഗൈസ്. ഇപ്പോൾ ഗൈസ് ഉള്ളിലെ എത്തി. ഇതാണ് ജാസ്തി സന്തോഷം രാഹുൽ ഗാന്ധിൻ്റെ കൂടെ സംസാരിക്കാം. ഒരു 5000 വോട്ട് ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കും. അവിടെ കേരളത്തിൽ ഇന്ന് വരെ കാണാത്ത ഒരു വിജയം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് ഇന്ന് അരയും തലയും മുറുക്കി വെയിലത്ത് വന്നിരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ. 10 ബസ് ആൾക്കാർ വന്നു. തിരുവമ്പാടിയല്ല, കോടഞ്ചേരി. കണ്ടോ? അടിപൊളി സ്ഥലത്ത് രാഹുൽ ഗാന്ധി വരും. ഗൈസ് 4:30 ആയിപ്പോൾ കുറേ ആൾക്കാർ വന്ന്. ഇപ്പോൾ തണലിൽ നിൽക്കേണ്ട ആൾക്കാർ കുറച്ച് കഴിഞ്ഞിട്ട് രാഹുൽ ഗാന്ധി വരും ഗൈസ്. ഇപ്പോൾ ആൾക്കാർ വരുന്ന ടൈമായി. രാഹുൽ ഗാന്ധി വരും പറഞ്ഞു. പക്ഷേ രാഹുൽ ഗാന്ധി വരൂല. രാഹുൽ ഗാന്ധിൻ്റെ ഇമ്മ സുഖമില്ല, അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വേറെ കഴിഞ്ഞില്ല. ഇപ്പോൾ വേറെ വരും. ആ ആൾക്കാരിൻ്റെ പേര് നമുക്ക് അറിയില്ല. ആ പേര് എന്താ അറിയോ? മറ്റേ ആൾക്കാർ ശ്രീമതി എ.വി. കുട്ടിമാടു അമ്മ. നിങ്ങളുടെ ഫേസ് എടുക്കൂല. കുഞ്ഞിനെയും ചുമലിലെത്തി മല്ലികാർജുൻ ഖാർഗെ വരും. അവനക്ക് കാണാം. നോക്കട്ടെ, രാഹുൽ ഗാന്ധി ചിലപ്പം വരും, പറയാൻ കഴിയൂല. ഇപ്പോൾ നമ്മളുടെ സ്റ്റേജിൽ വരണ ടൈമായി. അതുകൊണ്ട് കുറേ ആൾക്കാർ, നിറഞ്ഞ ആൾക്കാർ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ വരും. 5 മണിയായി. ഇതാണ് മീഡിയ ഒക്കെ, ഒരുപാട് മീഡിയ ഉണ്ട് കണ്ടോ, ജാസ്തി മീഡിയ. എത്ര ആൾക്കാർ വന്ന് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഈ സൈഡില് കണ്ടോ, ജാസ്തി ആൾക്കാരായി കാണാൻ വേണ്ടിട്ട്. ഒരുപാട് ആൾക്കാർ, ജാസ്തി പ്രതിപക്ഷ നേതാവ് വി.ഡി. ലക്ഷങ്ങൾ ആൾക്കാരുണ്ട് കണ്ടോ. അതേപോലെ രമേശ് ചെന്നിത്തല, ആൾക്കാർ, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഇവരെല്ലാം എന്താ വിശേഷം? ഈ ഇലക്ഷനിൽ മഹാഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ നടക്കണ്ടേ ഇപ്പോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതാണ് ഒരുപാട് നമ്മുടെ അടുത്ത മാസം 1 തീയതി ഇലക്ഷൻ സർക്കാർ. സാധാരണ ക്രിക്കറ്റ് മാച്ച് 50 ഓവറുണ്ട്. 2020 साल में 2026 में केरला में यूडीएफ सरकार बनाएगा. എല്ലാവരും जीतेगा. സ്ഥാനാർത്ഥികളായി മാറി ये साल में यूडीएफ को കർമ്മരംഗത്തിറങ്ങണം എന്ന് ഞാൻ വിനീതമായി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇവിടെ 3 ലക്ഷം മണ്ഡലങ്ങളിൽ എത്ര ആൾക്കാരെ ആത്മവിശ്വാസത്തോടുകൂടി कलिकट डिस्ट्रिक्ट में पूरा आदमी യുഡിഎഫ് ജയിച്ചു എല്ലാവർക്കും ആ പ്രതീക്ഷ കോഴിക്കോട് പങ്കുവെച്ചുകൊണ്ടാണ് ജില്ലയിലെ മുഴുവൻ യുഡിഎഫിന്റെ പുറത്ത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് മാക്സിമം 3 ലക്ഷം ആളുടെ അടുത്ത് ഇവിടെ ഉണ്ട് വരും. ഗൈസ് കണ്ടോ, ഞാൻ വിചാരിച്ച ഇവിടെ എത്ര ആൾക്കാർ വരൂല. കേരളത്തിൽ വികസനത്തിന്റെ ആൾക്കാർ, ജാസ്തി ആൾക്കാർ
ഇവിടെ ആ വരും. പവർ കട്ടിനെ പരിഹരിക്കുക എന്ന ഇവിടെ ഉത്തരവാദിത്വം 6 പേരും രാഹുൽ ഗാന്ധിന്റെ പകരം ഈ 6 പേരും തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഗാർഗെ, പ്രബുദ്ധരായ ഗാർഗെ, മലയാളികൾ കോൺഗ്രസിന്റെ ചെയ്യുമെന്ന ആത്മവിശ്വാസമാണ് ദേശീയ നേതാവ് ഗാർഗെ ഐക്യജനാധിപത്യ മുന്നണിക്ക്. ഇറങ്ങുമ്പോൾ ഒന്നുകിൽ ജോലി അല്ലെങ്കിൽ സംരംഭം തുടങ്ങാനുള്ള സഹായം 5 ലക്ഷം രൂപ ആദ്യഘട്ടത്തിൽ അവർക്ക് പലിശരഹിതമായി വായ്പയായി കൊടുക്കും. അവർ വളരട്ടെ, കേരളത്തിൽ സംരംഭങ്ങൾ ഉണ്ടാകട്ടെ. നമ്മൾ ആദ്യഘട്ടത്തിൽ 10,000 സംരംഭങ്ങൾ ഈ കേരളത്തിൽ തുടങ്ങും. അതിനുള്ള തയ്യാറെടുപ്പ് നമ്മൾ നടത്തിയിട്ടുണ്ട്. 5ാമത് പ്രായമായവർക്ക് വേണ്ടിയിട്ടാണ്. ഒരു സമൂഹം അത് സംസ്കാര സമ്പന്നമാണോ എന്ന് പരിശോധിക്കുന്ന ടെസ്റ്റ് ആ സമൂഹത്തിലെ പ്രായമായവരോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതാണ്. മുതിർന്ന പൗരന്മാരെ, മുതിർന്ന ആളുകളെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടവരായി VIP-കളായി UDF ഗവൺമെന്റ് അവരെ ചെയ്യും. അവർക്ക് വേണ്ടി പ്രത്യേക വകുപ്പുണ്ടാകും, ജെറിയാട്രിക് കെയർ സെന്ററുകൾ ഉണ്ടാകും, ഡേ സെന്റേഴ്സ് ഉണ്ടാകും.